അയ്യോ എന്നെ കൊല്ലുന്നേ, എന്നെ കൊന്നേ, എന്റെ ദേവാ ഓടിവായോ, ഇവളെന്നെ കൊന്നടാ, ഈ മൂദേവി എന്നെ കൊന്നടാ. അയ്യോ എടി, നീ എന്നെ തള്ളിയിട്ടല്ലടി. അയ്യോ 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 എന്താ മാറങ്ങോട്ട്. എന്ത് പറ്റി? എന്താ മോളെ? ഇന്നത്തെ ചടങ്ങ് മുടക്കണമെന്ന് പറഞ്ഞ് എന്നെ തല്ലാൻ വന്നമ്മേ. കാല് തെറ്റി വീണു, അവിടെ കിടക്കട്ടെ. എടി എടി, ഇവളെന്നെ മനഃപൂർവ്വം തള്ളിയിട്ടതാ. യശോദേ, ഈ അഹങ്കാരം പിടിച്ചവളെന്നെ തള്ളിയിട്ടതാണെന്ന്. തള്ളിയിട്ടെങ്കിൽ അത് കാര്യമായി പോയമ്മ. അമ്മ ആരെയായി വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്? എനിക്കോ യശോദയ്ക്ക് തോന്നാത്ത ഒരു പ്രതികാരവും അമ്മയ്ക്ക് തോന്നേണ്ട കാര്യമില്ല. യശോദേ, ഇവിടെ വിളിച്ചോണ്ട് പോയേ. പ്രിയങ്കയുടെ ആത്മാവിനോട് ഇത്രയെങ്കിലും സഹതാപം അമ്മയുടെ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നെറുകെട്ട പ്രതികാരത്തിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങിത്തിരിക്കരുത്. കുറച്ചു കഴിയുമ്പോൾ കണിമംഗലത്തിൽ നിന്ന് ആളുകൾ വരും. അവരുടെ മുമ്പിൽ വെച്ച് ഇതുപോലെ എന്തെങ്കിലും കാര്യത്തിന് അമ്മ ശ്രമിച്ചാൽ എനിക്ക് അമ്മയെ തള്ളി പറയേണ്ടി വരും. അത് ഓർത്താൽ നല്ലതാ. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കായെന്ന് കരുതി ഞാൻ തോറ്റു കൊടുക്കാനൊന്നും പോകുന്നില്ല. ഈ കല്യാണം ഞാൻ നടത്തില്ല, ഒരിക്കലും നടത്തില്ല. അയ്യോ അയ്യോ, എന്റെ നടുവേ, എന്റെ അയ്യോ ഭൂദേവി, ഇവൾ ഒരു കാലം ഗതി പിടിക്കത്തില്ല. അയ്യോ.